പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ തിരുവചനം ദാനിയേൽ 9-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചനമാണ്. ഇത് ദാനിയേലിന്റെ ഒരു പ്രാർത്ഥനയാണ്, അപേക്ഷയാണ് ദൈവത്തോട്. നിന്റെ ജനത്തെ ബലമുള്ള കൈകൊണ്ട് മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്നു. ഇന്നുള്ളതുപോലെ നിനക്കൊരു നാമം ഉണ്ടാക്കിയവനായി ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങൾ പാപം ചെയ്ത് ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു. കർത്താവെ, നിന്റെ സർവ്വനീതിക്ക് ഒത്തവിധം നിന്റെ കോപവും ക്രോധവും നിന്റെ വിശുദ്ധ പർവ്വതമായ യെരൂശലേം നഗരത്തിൽ നിന്ന് നീങ്ങിപ്പോകുമാറാകട്ടെ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തവും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ നിമിത്തവും യെരൂശലേമും നിന്റെ ജനവും ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും നിന്നയായി തീർന്നിരിക്കുന്നുവല്ലോ. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അടിയന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ട് ശൂന്യമായിരിക്കും നിന്റെ വിശുദ്ധ മന്ദിരത്തിന്മേൽ കർത്താവിൻ നിമിത്തം തിരുമുഖം പ്രകാശിക്കുമാറാകണമേ. എന്റെ ദൈവമേ, ചെവി ചായ്ച്ച് കേൾക്കണമേ. കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിന്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ നീതി പ്രവൃത്തികളിലല്ല നിന്റെ മഹാകരുണയിൽ എത്ര ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചന തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവി കൊണ്ട് പ്രവർത്തിക്കണമേ. എന്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ, നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. ആമേൻ. ഇത് ദാനിയേലിന്റെ ഒരു പ്രാർത്ഥനയാണ്. ദാനിയേൽ കർത്താവിനോട് അപേക്ഷിക്കുന്നതാണ്. ദാനിയേല് പറയുന്ന പോലെ തന്നെ നമ്മുടെ പാപങ്ങൾ നിമിത്തമോ നമ്മുടെ പിതാക്കന്മാരോ പൂർവ്വ പിതാക്കന്മാരോ ചെയ്തു പോയ പാപങ്ങൾ നിമിത്തമോ നമുക്ക് കഷ്ടത വന്നിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കണം. നാം പലപ്പോഴും നമ്മുടെ പാപങ്ങളല്ലേ ഏറ്റു പറയാനുള്ളത്. എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. കർത്താവിനോട് നമ്മുടെ പാപങ്ങളായാലും നമ്മുടെ മാതാപിതാക്കന്മാരായാലും നമ്മുടെ പൂർവ്വപിതാക്കന്മാരും ചെയ്തു പോയ പാപങ്ങൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഏറ്റു പറയണം. അപ്പോഴാണ് കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്നത്. ചില പാപങ്ങൾ നമുക്ക് ശാപമായിട്ടൊക്കെ കിടക്കുന്ന പോലെ തോന്നും. അപ്പൊ ആ പാപങ്ങളെല്ലാം ഏറ്റു പറയണമെങ്കിൽ ഇങ്ങനെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. ദൈവം തീർച്ചയായിട്ടും ആ പ്രാർത്ഥന കേൾക്കും. കാരണം ആ പ്രാർത്ഥന കേൾക്കാതെ ഇരിക്കില്ല. കാരണം നമുക്ക് എന്തെങ്കിലും പാപങ്ങൾ ഇങ്ങനെ ദോഷമായി കിടപ്പുണ്ടെങ്കിൽ നാം ഇത് ഏറ്റു പറയുമ്പോൾ, കുമ്പസാരിക്കുമ്പോൾ കർത്താവ് അത് ഏറ്റെടുത്ത് നമ്മളോട് ക്ഷമിക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് കപടമില്ലാതെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന് ഏറ്റവും സന്തോഷം വരുന്നത്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.